ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഏർലി സ്റ്റേറ്റ്സ് ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യകാല രാഷ്ട്രങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്റർ മൊത്തം നമ്മൾ വീഡിയോ ചെയ്തതാണ്. അത് കാണാത്തവർ ആ ചാപ്റ്റർ കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതിൽ പുതിയ ചാപ്റ്റർ ആണ് ഏർലി സ്റ്റേറ്റ്സ്. അതിലെ പാർട്ട് 1. നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് തന്നെ കുറച്ച് കുട്ടികളുടെ പിക്ചേഴ്സ്, സ്ഥലങ്ങളുടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രീസ്, ഇറാൻ, ഇറ്റലി, ഇന്ത്യ. ദ ചിൽഡ്രൻ ഓഫ് തിങ്കൾമേഡ് ഗവൺമെന്റ് സ്കൂൾ ആർ വെരി ഹാപ്പി. Everyone had reached the conference hall to watch the broadcast of cultural exchange program. പാഠം തുടങ്ങുന്നത് എങ്ങനെയാണ്? തിങ്കൾമേട് സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ സാംസ്കാരിക വിനിമയ പരിപാടിയിലെ മലയാള പരിഭാഷയുടെ സംപ്രേഷണം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കോൺഫറൻസ് ഹാളിൽ വന്നിരിക്കുകയാണ്. അവിടെ 4 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ഗ്രീസ്, ഇറാൻ, ഇറ്റലി ആൻഡ് ഇന്ത്യ. 4 സ്ഥലങ്ങളിൽ നിന്നാണ് കുട്ടികൾ പങ്കെടുത്തിരിക്കുന്നത്. The headmaster began to speak. Headmaster എന്താ പറയണത്? Dear children, have you heard about cultural exchange program? സാംസ്കാരിക പരിപാടികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? This program help us to understand the history and the culture of different countries and region. വിവിധ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ചരിത്രവും സംസ്കാരവും ഒക്കെ മനസ്സിലാക്കാനാണ് ഈ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. Every year such cultural exchange programs are organized, bringing together students representatives from various countries. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള സാംസ്കാരിക വിനിമയ പരിപാടികൾ നടത്താറുണ്ട്. This year, students representatives from Greece, Iran, Italy participated in the programs organized by India. ഇന്ന് ആരൊക്കെയാണ് പങ്കെടുത്തിരിക്കുന്നത്? ഗ്രീസ്, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഇന്ത്യ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. Each representative shared the history and culture of their respective country. Let's explore them. അവരെന്ത് ചെയ്യും? ഓരോ രാജ്യത്തുള്ള വിദ്യാർത്ഥി പ്രതിനിധികള് അവരുടെ രാജ്യത്തിന്റെ അതിന്റെ കൾച്ചറും അതിന്റെ ഹിസ്റ്ററിയും ചരിത്രവും സംസ്കാരവും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അത് നമുക്ക് എന്ത് ചെയ്യാം? പരിചയപ്പെടാം. ഇതാണ് ചാപ്റ്ററിൽ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ 4 കൺട്രീസിന്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്. എന്തൊക്കെ പഠിക്കുന്നത്? ഗ്രീസ്, ഇറാൻ, ഇറ്റലി ആൻഡ് ഇന്ത്യ. ഇന്ത്യയിലേക്ക് വന്ന 3 പ്രതിനിധികളാണ് ഗ്രീസിൽ നിന്നും ഇറാനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും. അപ്പൊ ഓർത്തു വെക്കുക. Athena from Greece shared the details of their home country by displaying the Olympic symbol. ഗ്രീസിൽ നിന്നുള്ള അഥീനയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒളിമ്പിക്സ് ചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ആളെന്ത് ചെയ്തത്? സ്വന്തം ആശയങ്ങൾ പങ്കുവച്ചത്. നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ആർ യു ഫെമിലിയർ വിത്ത് ദി സിമ്പിൾ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഈ പിക്ചർ എന്തിന്റെ സിമ്പിൾ ആണെന്ന് അറിയാം. എന്തിന്റെ സിമ്പിൾ ആണിത്? ഒളിമ്പിക്സിന്റെ ചിത്രമാണ്. The Olympics, in which the whole world enthusiastically participated today, originated in ancient Greece. നമ്മളൊക്കെ അറിയാം ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അതെന്താണ്? ആരംഭം കുറിച്ചത് എവിടെയാണ്? ഗ്രീസിലാണ് ഇത് ആരംഭം കുറിച്ചത്. അപ്പൊ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് അതിന്റെ സിമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 5 വളയങ്ങള്. അപ്പൊ ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്? ഏൻഷ്യൻ ഗ്രീസിലാണ്. The democracy that originated in Greece city states of Athens is our greatest contribution to the world. അതുപോലെ തന്നെ ഡെമോക്രസി, നമ്മുടെ ഇന്ത്യയിലടക്കമുള്ള സ്ഥലങ്ങളിലുള്ള ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യം ഒറിജിനേറ്റ് ചെയ്ത് എവിടെ നിന്നാണ്? ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ആഥൻസ്. ആഥൻസിലെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിലാണ് ഇത് ആദ്യമായിട്ട് ഉടലെടുത്തത്. കൊണ്ട് തന്നെ വലിയൊരു സംഭാവനയാണിത്. ഗ്രീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. ഗ്രീസ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരുന്നത് എവിടെയാണ്? സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലാണ്. മൈ കൺട്രി ഈസ് റിച്ച് ഇൻ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഐസൊലേറ്റഡ് വാലീസ് located high above the sea level, hills, small mountains. നിങ്ങളുടെ കൺട്രി എന്ന് പറയുന്നത് ഗ്രീസിലെ കുട്ടിയാണ് പറയുന്നത്. ഗ്രീസിലെ കുട്ടി പറയുന്നതാണ് മൈ കൺട്രി ഈസ് റിച്ച് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഐസൊലേറ്റഡ് വാലീസ്, ലൊക്കേറ്റഡ് ഹൈ അബവ് സീ ലെവൽ, ഹിൽസ്, സ്മോൾ മൗണ്ടെയിൻസ്. അപ്പൊ നമ്മൾ ഈ ഒരു പിക്ചർ കണ്ട് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? യു ഹാവ് ലിസൺ ടു അഥീനാസ് ഡിസ്ക്രിപ്ഷൻസ്. വാട്ട് ആർ ദ ഡീറ്റെയിൽ യു ഹാവ് ഗോട്ട് ഫ്രം ഇറ്റ്? എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത്? ഒന്നാമത്തെ പോയിന്റ് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? ഏൻഷ്യൻ ഗ്രീസിലാണ്. അത് 1 വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത എന്താണ്? ദ ഡെമോക്രസി ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഗ്രീസ് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ആഥൻസ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്. അപ്പൊ അടുത്തെന്താണ്? ദ ഡെമോക്രസി ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ആഥൻസ്. അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. അതുപോലെ നമ്മൾ എന്ത് മനസ്സിലാക്കി?
ഗ്രീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. ഗ്രീസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലാണെന്ന് മനസ്സിലാക്കി. അത് മൂന്നാമത്തെ പോയിന്റ് ആണ്. അതുപോലെ തന്നെ ദിസ് കൺട്രി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഐസൊലേറ്റഡ് വാലീസ് located high above the sea level, hills, small മൗണ്ടെയിൻസും ഹില്ലും സീ ലെവൽ ഐസൊലേറ്റഡ് വാലീസ് ഒക്കെ ഇവിടെ ഉണ്ട്, ഗ്രീസിലുണ്ട് എന്ന് മനസ്സിലാക്കി. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ വൺ വേർഡിന് ചോദിക്കാറുണ്ട്, ഓർത്തു വയ്ക്കാം. കൂട്ടുകാരെ, ഈ ചിഹ്നം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ച് എവിടെയാണ്? ഗ്രീസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലുള്ളെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകൾ ഒന്നാണ്. അപ്പൊ ജനാധിപത്യം എവിടെ ഉള്ളെടുത്തത്? ഏതൻസിലാണ്. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ആയ ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിൽ. അപ്പൊ നമ്മൾ ഇവിടെ പൂരിപ്പിക്കണം കേട്ടോ. പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സ് ആരംഭിച്ചത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഏതൻസിലാണ് എന്ത് ഉടലെടുത്തത്? ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ് ജനാധിപത്യം ഉടലെടുത്തത്. നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും. പിന്നെ തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എന്റെ രാജ്യം. ഇവിടെ എന്തൊക്കെയുണ്ട്? ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട താഴ്വരകളുണ്ട്, കുന്നുകളുണ്ട്, ചെറുപർവ്വതങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചത്. ഓക്കെ, അടുത്തത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വാക്ക് പഠിച്ചു, ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്, ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ നമ്മൾ പഠിച്ചു. ഇൻ ഏൻഷ്യൻ ഗ്രീസ് വില്ലേജ് were the main settlement. As agriculture and trade developed, cities were formed. Eventually, city and a number of surrounding villages came together and began to transform into city states. These city states were known as polis. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാണ് എന്താണ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ എന്താണ്? ഇൻ ഏൻഷ്യൻ ഗ്രീസ് വില്ലേജസ് were the main settlement. ആദ്യം എന്തായിരുന്നു? അവിടെ വില്ലേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏൻഷ്യൻ ഗ്രീസിൽ എന്താ ഉണ്ടായിരുന്നത്? വില്ലേജസ് ആയിരുന്നു മെയിൻ ആയിട്ട് സെറ്റിൽമെന്റ്. താമസ സ്ഥലം എന്തായിരുന്നു? വില്ലേജസ് ആയിരുന്നു. ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഡെവലപ്പ്. അപ്പൊ അങ്ങനെ സമയത്ത് എന്ത് ചെയ്തു? അഗ്രികൾച്ചറും ട്രേഡും കൂടി. അപ്പൊ എന്ത് ഫോം ചെയ്തു? സിറ്റീസ് ഫോം ചെയ്തു. വില്ലേജിൽ നിന്ന് എന്തായി മാറി? പിന്നെ അത് സിറ്റീസ് ആയിട്ട് ഫോം ചെയ്തു. ഇവൻച്വലി സിറ്റി ആൻഡ് നമ്പർ ഓഫ് സറൗണ്ടിങ് വില്ലേജസ് കെയിം ടുഗദർ ആൻഡ് ബിഗാൻ ടു ട്രാൻസ്ഫോം ഇൻടു സിറ്റി സ്റ്റേറ്റ്സ്. സിറ്റി സ്റ്റേറ്റ്സ് പറഞ്ഞപ്പോൾ ആരൊക്കെ ഉണ്ട്? ഒരു സിറ്റി ഉണ്ട്, അതുപോലെ അതിന് ചുറ്റുപാടുമുള്ള സറൗണ്ടിങ് വില്ലേജസ്, ഒരു സിറ്റിയും അതിന് ചുറ്റുപാടുള്ള കുറെ വില്ലേജസും ചേർന്ന് എന്ത് രൂപം കൊണ്ടു? സിറ്റി സ്റ്റേറ്റ്സ് രൂപം കൊണ്ടു. These city states were known as polis. ഈ സിറ്റി സ്റ്റേറ്റ്സിന് എന്താ പറയാ? പോളിസ് എന്നാണ് പറയുന്നത്. എന്തായാലും പഠിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എന്താണ് പോളിസ് എന്ന് ചോദിക്കും, എങ്ങനെയാണ് സിറ്റി സ്റ്റേറ്റ് ഫോം ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിച്ചിരിക്കണം. Examine the map 2.1, identify and write down the major city states that existed in ancient Greece. ഏൻഷ്യൻ ഗ്രീസിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സ് ഏതെല്ലാമാണ്? അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും? ഗ്രീസ് ആണ്. വേൾഡ് മാപ്പിൽ ഗ്രീസിന്റെ ലൊക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഏതൊക്കെയാണ്? നമ്മൾ 2 പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഒന്ന് പഠിച്ചു കഴിഞ്ഞു, ഏതാണ്? ഏതൻസ് ആണെന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെ എന്താണ്? സ്പാർട്ടയുണ്ട്, കൊറിന്ത് ഉണ്ട്, അതുപോലെ തീബ്സ്. അപ്പൊ ഏതൊക്കെയാണ്? ഏതൻസ്, സ്പാർട്ട, തീബ്സ് ആൻഡ് കൊറിന്ത്. ഇതാണ് 4 സിറ്റി സ്റ്റേറ്റ്സ്. അതിൽ ഏറ്റവും ഫേമസ് ആയ 2 എന്തൊക്കെയാണ്? അത് ഒന്ന് ഏതൻസും ഒന്ന് ഗ്രീസും ആണ്. ഏതൻസും സ്പാർട്ടയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അപ്പൊ അതാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിക്കണം കേട്ടോ. ഏതൻസ്. The initial form of democracy originated in the Greek city-states of Athens. All men having citizenship in Athens participated in the electing rulers and making laws. Women, slave, foreigners did not have citizenship status. It was during the time of Pericles that democracy began to expand in Athens. The political body of Athens was known as Assembly. ഇപ്പൊ ഏതൻസിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ആയ ഫേമസ് ആയ ഒന്ന് ഏതാണ്? ഏതൻസ് ആണ്. ഏതൻസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഏതൻസിൽ എന്തൊക്കെ ഉണ്ടെന്ന് പഠിച്ചു. ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏതൻസിലായിരുന്നു, ഡെമോക്രസി ആരംഭിച്ചത് ഏതൻസിലായിരുന്നു. ഇതെല്ലാം ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ആയ ഏതൻസിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് നോക്കിയാലോ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഏതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? നമ്മള് ഗ്രീസിനെ പറ്റിയിട്ടാണ്. ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റ്സ് ആയ ഏതൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. The initial form of democracy originated in Greek city states of Athens. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. All men having citizenship in Athens participated in electing rulers and making laws. അതായത് all men have, എല്ലാ മനുഷ്യന്മാർക്ക് എന്ന് വെച്ചാൽ എല്ലാ മെന്ന്,
പുരുഷന്മാർക്ക് എന്തുണ്ട് അവിടെ? സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് റൂളേഴ്സ് ആയിട്ട് മേക്കിംഗ് ലോസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവർക്ക് പങ്കെടുക്കാൻ പറ്റും. വിമൻ, സ്ലേവ്സ്, ഫോറിനേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. അവിടെ ആർക്കൊന്നും എന്തില്ല? സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് ഇല്ലാത്തവർ ആരൊക്കെയാണ്? സ്ത്രീകള്, അതുപോലെ തന്നെ സ്ലേവ്സ്, അതുപോലെ തന്നെ ഫോറിനേഴ്സ്. അടിമകൾക്കും ഫോറിനേഴ്സിനും ഒന്നും എന്തില്ല? അവിടെ സ്റ്റാറ്റസ് ഇല്ല, സിറ്റിസൺഷിപ്പ് ഇല്ല. It was during the time of Pericles that democracy began to expand in Athens. പെരിക്ലിസിന്റെ കാലത്താണ് ഏതൻസിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ഡെമോക്രസി ബിഗാൻ ചെയ്യാൻ തുടങ്ങിയത്. ഡെമോക്രസി സ്റ്റാർട്ട് ചെയ്തത് പെരിക്ലിസിന്റെ കാലത്ത്. അപ്പോൾ ഓർത്തു വെക്കുക, ആരുടെ കാലത്തായിരുന്നു? പെരിക്ലിസ്. ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് വാസ് നോൺ ആസ് അസംബ്ലി. ഇത് ഓർത്തു വെക്കണം. പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് വാസ് നോൺ ആസ് അസംബ്ലി. പൊളിറ്റിക്കൽ ബോഡിന് എന്താ പറയുന്നത്? ഏതൻസിലെ പൊളിറ്റിക്കൽ ബോഡിനെ എന്താ അറിയപ്പെടുക? അസംബ്ലി എന്നാണ് അറിയപ്പെടുക. ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ്, അതുപോലെ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഉണ്ട്. എന്തൊക്കെയാണത്? എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. അവിടെ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? കലാ സംസ്കാരം, കൾച്ചറിനും അതുപോലെ ആർട്ടിനുമാണ് അവിടെ എന്ത് കൊടുത്തത്? പ്രാധാന്യം കൊടുത്തത്. എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു. 2 years of compulsory military service for boys. അതുപോലെ എന്ത് ചെയ്യണം? ആൺകുട്ടികൾ നിർബന്ധമായി 2 വർഷത്തെ എന്തെടുത്തിരിക്കണം? മിലിറ്ററി സർവീസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്ട്രോങ് നേവി ആൻഡ് മിലിറ്ററി. എന്തുണ്ട്? ശക്തമായ ഒരു കപ്പൽപ്പട, നേവി ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ശക്തമായൊരു മിലിറ്ററിയും അവർക്ക് ഉണ്ടായിരുന്നു. ഇതാണ് ആരുടെ ഫീച്ചേഴ്സ്? ഏതൻസിന്റെ ഫീച്ചേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഏതൻസിന്റെ ഫീച്ചേഴ്സ്. ഏതൻസിന്റെ പ്രത്യേകതകൾ എന്തായാലും ഓർത്തു വെക്കുക, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ചോദിക്കും. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ട്. എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ട്. എന്തില്ലേ? നിയമനിർമ്മാണം ഉണ്ട്, നിയമം നിർമ്മിക്കാനും അതുപോലെ തന്നെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുക. അത് ഇലക്ഷനിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതിയുണ്ട്. ജനാധിപത്യ രീതിയിൽ നമ്മൾ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കും. അതിൽ അധികാരം ആർക്കുണ്ട്? അവിടുത്തെ പുരുഷന്മാർക്കുണ്ട്. സിറ്റിസൺഷിപ്പ് ഉള്ള, അതായത് പൗരത്വമുള്ള പുരുഷന്മാർക്കുണ്ട്. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരപദവി ഉണ്ടായി. അവർക്ക് എന്തില്ല? സ്ത്രീകൾക്ക്, അടിമകളും വിദേശികൾക്കൊന്നും അവിടെ പൗരപദവി ഇല്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. പെരിക്ലിസിന്റെ കാലത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ആരുടെ കാലത്താണ് എന്ത് തുടങ്ങിയത്? ജനാധിപത്യത്തിലൂടെ സ്ട്രോങ് ആയത് പെരിക്ലിസിന്റെ കാലത്താണ്. ഓർത്തുവെക്കുക, ആരുടെ കാലത്താണ്? പെരിക്ലിസ്. വൺ വേർഡിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെടുക. അടുത്ത വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതൻസിലെ രാഷ്ട്രീയ സഭ എന്താണ് അറിയപ്പെടുക? അസംബ്ലി. ഇനി ഏതൻസിന്റെ മറ്റ് സവിശേഷതകൾ. ഇതൊക്കെ സവിശേഷതകളാണ്. അപ്പൊ അടുത്ത സവിശേഷതകൾ എന്താണ്? കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസ രീതി. കലയ്ക്കും സംസ്കാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആൺകുട്ടികൾക്ക് 2 വർഷം നിർബന്ധിത സൈനിക സേവനം മസ്റ്റാണ്. എന്ത് ചെയ്യാൻ? 2 വർഷം നിർബന്ധമായും മിലിറ്ററിയിൽ അവർ പങ്കെടുത്തിരിക്കണം, അവർ ചെയ്തിരിക്കണം. ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും അവർക്ക് ഉണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഏതൻസിന്റെ പ്രത്യേകതകൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും എന്ത് ചെയ്യാൻ? നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം പഠിച്ചു 4 കൺട്രീസ് എന്നുള്ള കുട്ടികൾ അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. സാംസ്കാരികമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ആദ്യം പഠിച്ച് നമ്മൾ ഗ്രീസ് ആയിരുന്നു. ഗ്രീസിലെ പ്രധാനപ്പെട്ട സിറ്റി, സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതൻസ്, സ്പാർട്ട, കൊരിന്ത്, തെബ്സ് ഇതെല്ലാമായിരുന്നു പ്രധാനപ്പെട്ടത്. അതിൽ ഏതൻസിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൂടുതൽ ലളിതമായ ക്ലാസ്സുകൾക്കായി ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്